ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സ്കോറിൽ ലേണത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് തന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയുടെ സൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുമ്പോൾ പേയ്മെൻറ്റ് അൺസക്സസ്ഫുൾ എന്ന് കാണിക്കുന്നു, സൈറ്റ് ഹാങ് ആണ്, അല്ല ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിനെല്ലാത്തിനും ഒരു സമാധാനമായിട്ടുണ്ട്. എന്ത് ചെയ്തു? ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വിൻഡോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ എക്സ്റ്റെൻഡ് ചെയ്ത് അതിനെപ്പറ്റി നോക്കാം. അപ്പോൾ ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ, 2 ദിവസം മുന്നേ RRBകളുടെ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു ലിങ്കാണ്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ ഡേറ്റ്, അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസിംഗ് ഡേറ്റ്, ടൈം 22/2, അതായത് ഫെബ്രുവരി 22 ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ആ വിൻഡോ എന്നത്തേക്കാക്കി മാറ്റി മാർച്ച് 1 ക്ലോസ് ചെയ്യും എന്നുള്ള ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 1 വീക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഒരു 1 വീക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും അത് തന്നെ 24/2 വരെയാണ് നിങ്ങൾക്ക് പൈസ അടയ്ക്കാനുണ്ടായിരുന്നത്. അതും ഒരാഴ്ചയോളം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 3/3 ആക്കിയിട്ടുണ്ട്. നമ്മുടെ കറക്ഷൻ വിൻഡോയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു 1 വീക്ക് എക്സ്റ്റൻഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈറ്റ് ഇപ്പോൾ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. OBC NCL സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റിന് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, അപേക്ഷിക്കുക. സർട്ടിഫിക്കറ്റ് കിട്ടിയ പക്ഷം തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല, NCL സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അതിന് അപ്ലൈ ചെയ്യുക. ആധാറിലോ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ് തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ എത്രയും പെട്ടെന്ന് പോവുക. ഇനി സമയം കളയരുത്. ഇനി സമയം കിട്ടിയില്ല, അയ്യോ വിട്ടുപോയി, തെറ്റിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാഴ്ച കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുണ്ട്. ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞത്. ഇനി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജ് ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോയിൽ പറഞ്ഞതാണ്. ഏജിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇത്തവണ ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇതെന്താണ്? ഇതൊരു 1 ടൈം എക്സംഷൻ ആണ്. പൊതുവെ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കൊറോണ കാരണം ഈ വർഷം എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3 ഇയർ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. SC/ST സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് 5 വർഷം എക്സ്ട്രാ കിട്ടും. OBC സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷം എക്സ്ട്രാ കിട്ടും. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. ഡേറ്റിൻ്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും കുട്ടികൾ നമ്മുടെ കമൻറ്റിൽ വന്ന് ചോദിക്കുന്നതേക്കാം. നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും വേറെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കും, സാർ ഇതിൻ്റെ പ്രശ്നം എന്താണ്, അതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളതൊക്കെ. നിങ്ങൾ ആദ്യം ആ പ്ലേലിസ്റ്റ് പോയി നോക്ക്. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പ്ലേലിസ്റ്റിനകത്ത്, ആ പ്ലേലിസ്റ്റിനകത്ത് ഇത്രയും വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണുക. 10-18ഓളം വീഡിയോസ് ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആസിഫ് സാർ വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലേ, ഹരി സാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പോയി കാണുക. അത് കണ്ടതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോസ് കാണാതെ, അത് മുഴുവനായിട്ട് കാണാതെ നിങ്ങൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ പരമാവധി വീഡിയോസ് എല്ലാം കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. നിങ്ങൾ ഒന്നുകൂടെ അത് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാത്തവർ ഈ ഒരു 33-നും 36-നും ഇടയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 1 ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. ഇനിയൊരു അവസരം കിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്സാം ഫീസിൻ്റെ കേസ് 500 രൂപയാണ് സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളത്. അതിനകത്ത് 400 രൂപ എന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യും. എപ്പോഴാണ് റീഫണ്ട് ചെയ്യുന്നത്? നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്താൽ റീഫണ്ട് ചെയ്യും. ഇനി 250 രൂപ ഫീസുള്ള ആളുകളുണ്ട്. ആരൊക്കെയാണ്? പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ഫീമെയിൽസ് സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന്, എക്സ് സർവീസ്മെന് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC/ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ വരും? മുസ്ലിംസ് വരും, ക്രിസ്ത്യൻസ് വരും, സിഖ് വരും, പാർസി വരും, ജെയിൻസ് വരും, അല്ലേ? അപ്പോൾ അവർക്കൊക്കെ എത്ര രൂപയാണ്? 250 രൂപയാണ്. ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC കോഷൻ. EBC എന്ന് പറയുന്നത് എന്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? EWSO അല്ലെങ്കിൽ OBCO ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 250 രൂപ പരീക്ഷ എഴുതുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? തിരിച്ചു കിട്ടും. 250 രൂപ അപ്ലൈ ചെയ്യാനുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 250 നിങ്ങൾക്ക് എന്ത് ചെയ്യും? തിരിച്ചു കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. പേയ്മെന്റിന് 2 ദിവസം കൂടെ കൂടുതലുണ്ട്. ഓക്കെ, സബ്മിറ്റ് കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ എനിക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരീക്ഷയുടെ യോഗ്യത എത്രയാണ്? നിങ്ങൾക്കറിയാം, 10th ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 10th മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പരീക്ഷ എഴുതാനായിട്ട് പറ്റും. ഇതിൽ 14 പോസ്റ്റുകളാണ് ഇത്തവണ വിളിച്ചിട്ടുള്ളത്. 14 പോസ്റ്റുകൾ.
14 പോസ്റ്റുകൾ. ആ പോസ്റ്റുകളെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒന്നാമത്തെ പോസ്റ്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്, ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്? പോസ്റ്റ് അനാലിസിസിന്റെ വീഡിയോ ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. 2 മുതൽ ഈ 14 വരെ ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ വരും? അതുകൂടെ ഒന്ന് സൈഡിൽ എഴുതി വെച്ചേക്കാം. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരും, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വരും, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരും, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വരും. ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പൊതുവെ ടെക്നിക്കൽ എന്ന് പറയുന്നത്. ഈ 4 ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോസ്റ്റുകളാണ് 2 മുതൽ 14 വരെ. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ എഴുതി അതിനകത്ത് മാർക്കില്ലാതിരിക്കുന്ന കുട്ടികൾ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 പരീക്ഷ എഴുതി മാർക്കില്ലാതിരിക്കുന്ന കുട്ടികൾ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷ എഴുതി മാർക്കില്ലാതിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക, ടെക്നിക്കലിൽ നിങ്ങളുടെ അവസരം കഴിഞ്ഞിട്ടില്ല. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ 13 പോസ്റ്റുകളും ഗ്രൂപ്പ് ഡിയിൽ വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയിലൂടെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിട്ടോ ഗ്രേഡ് 2 ആയിട്ടോ ഗ്രേഡ് 1 ആയിട്ടോ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടോ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം? പ്രവർത്തിക്കാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളിലൂടെയോ സീനിയോറിറ്റി വെച്ചുള്ള പ്രൊമോഷനിലൂടെയോ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ തന്നെ LDCO GDCO വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ITI ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ITI ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് മടുക്കാതിരിക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം കുളമായിട്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി ഒരു അവസരമായിട്ട് കാണുക. കാരണം എത്ര പോസ്റ്റാണ്? 13 പോസ്റ്റുകളാണ്. ആൻഡ് ഈ പോസ്റ്റുകളിലേക്ക് എന്ത് മതി? ക്വാളിഫിക്കേഷൻ 10 മതി. നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ഒരു പ്രശ്നം എന്തായിരുന്നു? ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രേഡിലുള്ള പോസ്റ്റുകളിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഒരു ട്രേഡിന് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെയല്ല. 10ാം ക്ലാസ് യോഗ്യതകളുണ്ട് ITIക്കാർക്ക് ഈ 13 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമക്കാർക്കും ഈ 13 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ആണ് മിനിമം യോഗ്യത. ഡിഗ്രിക്കാർക്കും ഈ 13 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. 13 അല്ല 14 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞ 13 ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ്. നിങ്ങളുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയോ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയോ ഗ്രേഡ് 1 പരീക്ഷയോ ഗ്രേഡ് 3 പരീക്ഷയോ എഴുതി അത് കടക്കോ ഇല്ലയോ എന്നുള്ള പ്രശ്നത്തിൽ ഡൗട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇതാ ഈ കാണുന്ന പോസ്റ്റ് നോക്കൂ. ട്രാക്ക് മെയിൻ്റെനർ ഇത്തവണ നിങ്ങൾക്ക് വിളിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഞാനിവിടെ കാണിച്ചാണ് ട്രാക്ക് മെയിൻ്റെനർ 4 അല്ലേ, 14ാമത്തെ പോസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രൊമോഷൻ സാധ്യതകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ട്രാക്ക് മെയിൻ്റെനർ 4 എന്നുള്ളത് 3 ആവാം, 2 ആവാം, 1 ആവാം. സീനിയർ സൂപ്പർവൈസർ PV ആയിരിക്കാം, ജൂനിയർ എഞ്ചിനീയർ PV ആയിട്ടും സീനിയർ സെക്ഷൻ എഞ്ചിനീയർ PV ആയിട്ടും. ഈ രീതിയിലാണ് എൻ്റെ പ്രൊമോഷൻ പോകുന്നത്. ഇതനുസരിച്ച് നിങ്ങളുടെ ഗ്രേഡ് പേ മാറും. നിങ്ങൾക്ക് ട്രാക്ക് മെയിൻ്റെനർ 4 ആയിട്ട് കയറുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? LDC പരീക്ഷയോ GDC പരീക്ഷയോ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ടും കടക്കാം, അല്ലാതെയും കടക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സീനിയറിറ്റി വെച്ച് നിങ്ങൾ കയറുന്ന പ്രൊമോഷൻ പോസ്റ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്, സർവീസ് മാത്രം പരിഗണിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇതാണ് ട്രാക്ക് മെയിൻ്റെനറിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, അവർക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3, ടെക്നീഷ്യൻ ഗ്രേഡ് 2, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഈ രീതിയിൽ പോകാവുന്നതാണ്. പിന്നെ അസിസ്റ്റന്റ് PV ഇതേപോലെ പോകാവുന്നതാണ്. അസിസ്റ്റന്റ് ബ്രിഡ്ജ് ഈ രീതിയിൽ പോകാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി കഴിഞ്ഞാൽ. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷ എഴുതി അത് സക്സസ്ഫുൾ ആവില്ല എന്ന് തോന്നുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? അസിസ്റ്റന്റ് ബ്രിഡ്ജ് പോസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. എന്ത് ചെയ്യുക? അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്നല്ല, ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിൽ 13 പോസ്റ്റുകൾ മുന്നിൽ ഇരിപ്പുണ്ട്. അത് എഴുതി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഗ്രേഡ് 1 എന്തിന് ജൂനിയർ എഞ്ചിനീയറോ ആയിട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഇനി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിലോ അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ സാധ്യതകളുള്ള പോസ്റ്റുകളാണ്. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് വർക്ക്ഷോപ്പ്. ഇനി SNT ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് SNT നിന്നും ഈ രീതിയിൽ മുന്നോട്ട് പോകും. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ നിന്നും ഈ രീതിയിൽ മുന്നോട്ട് പോകും. അസിസ്റ്റന്റ് ഓപ്പറേഷനിൽ നിന്ന് ഈ രീതിയിൽ മുന്നോട്ട് പോകും. അസിസ്റ്റന്റ് TL ആൻഡ് AC തന്നെ എന്തുണ്ട്? വർക്ക്ഷോപ്പും ഉണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് ഇതാ ഈ രീതിയിൽ മുന്നോട്ട് പോകും. ഇത്രയാണ് നിങ്ങളുടെ ഈ പ്രൊമോഷൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ ഒരു ടൈം ലൈൻ ആണ്. എന്തിനാ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ ടൈം ലൈൻ? ഇപ്പം നിലവിൽ 2024 കലണ്ടർ ഇട്ടിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ഓൾമോസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവാറായ ഒരു എക്സാം ഇതാണ്, അല്ലേ? നോട്ടിഫിക്കേഷൻ ഇട്ടത് ജൂലൈ 24 ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇട്ടത്.
ഓൺലൈൻ ആപ്ലിക്കേഷൻ ജൂലൈ 30 തൊട്ട് ഓഗസ്റ്റ് 29 വരെയായിരുന്നു. ജൂലൈ 30 തൊട്ട് ഓഗസ്റ്റ് 29 വരെ എന്ന് പറഞ്ഞാൽ 7-ാം മാസം 07/2024 നോട്ടിഫിക്കേഷൻ പുറത്തു വിട്ടത്. ഫസ്റ്റ് എക്സാം എന്നാ കണ്ടക്ട് ചെയ്തത്? 12/2024 എന്ന് പറഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞു? 5 മാസത്തെ ഗ്യാപ്പിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷനും ഒന്നാമത്തെ ടയറിനും ഇടയിൽ 5 മാസത്തെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. 5 മാസത്തെ ഗ്യാപ്പാണ് ഒന്നാമത്തെ ടയറും നിങ്ങളുടെ നോട്ടിഫിക്കേഷനും തമ്മിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. എന്തിനാ അത് പറയാൻ കാരണം? നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ജനുവരി 2025 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസം കണക്കൂട്ടിയേ. എക്സാം എന്ന് പ്രതീക്ഷിക്കണം? മെയ് 2025 എക്സാം നമ്മൾ പ്രതീക്ഷിക്കണം. ചുരുങ്ങിയത് മെയ് മാസമെങ്കിലും നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ടിരിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാനിവിടെ കാണിച്ചു തന്നത്. ഓക്കെ, ഇനി ഇതാണ് സിലബസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒറ്റ ടയർ പരീക്ഷയാണുള്ളത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അതിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 25 മാർക്ക് മാത്സിന്, റീസണിങ്ങിന് 30 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 20 മാർക്ക്, ജനറൽ സയൻസിന് 25 മാർക്ക് ആൻഡ് ടോട്ടൽ 100 മാർക്ക്. അതിന് പെർസെൻറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒറ്റ ടയർ പരീക്ഷയാണ് നിങ്ങൾക്ക് ഉള്ളത്. ആൻഡ് ഇതിൽ നിന്നും വ്യക്തമാണ് നിങ്ങൾക്ക് 55 മാർക്ക് എന്തിനാണ്? മാത്സ് പ്ലസ് റീസണിങ്ങിനാണ്. ഇനി ബാക്കി 25 മാർക്ക് ജനറൽ സയൻസിനാണ്. ഇനി 20 മാർക്ക് എന്തിനാണ്? ജനറൽ അവയർനെസ്സിനാണ്, അഥവാ GK-ക്കാണ്. ഓരോ വിഷയത്തിൻ്റെയും ഓറിയന്റേഷൻ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓരോ വിഷയം എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആൻഡ് ഓവറോൾ സ്റ്റഡി പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ പോയി കാണുക. നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളത് 5 മാസമാണ്. 5 മാസം ഇല്ല, കാരണം ഫെബ്രുവരി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഒരു 100 ഡേ, ഒരു 100 ദിവസം അല്ലെങ്കിൽ ഒരു 120 ദിവസം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ 120 ദിവസം കൊണ്ട് ഇത്രയും വിഷയങ്ങൾ, ഇത്രയും മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കരസ്ഥമാക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ റെഗുലർ ബേസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. നിങ്ങൾ അതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ വിഷയവും എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് നമ്മൾ നിങ്ങൾക്ക് ഓറിയന്റേഷൻസ് തന്നിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം പോയി കാണുക. ഞാൻ നേരത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്ലൈ ചെയ്യാത്തവർ ഇനിയും സമയം കളയാതെ അപ്ലൈ ചെയ്യുക. സമയം കഴിഞ്ഞു പോയി, സർട്ടിഫിക്കറ്റ് ശരിയായില്ല, അത് ശരിയായില്ല എന്നുള്ളതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എക്സ്ക്യൂസുകൾ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരാഴ്ച കൂടെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യുക? എക്സാം അപ്ലൈ ചെയ്യുക. പഠിച്ചു തുടങ്ങാത്തവർ ഞാൻ ഈ പറഞ്ഞ സമയം ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി തുടങ്ങുക. നിങ്ങൾ പ്രൊമോഷനെ പറ്റി കുട്ടികൾ ചോദിക്കുന്നുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയായിരിക്കും, കട്ടിപ്പണിയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോഴും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും പഠിക്കുന്നതിനെ പറ്റി ചോദിക്കുന്നില്ല. എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം. പ്രൊമോഷനൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം. പഠിച്ച് ജോലിയിൽ കയറിയതിന് ശേഷം പ്രൊമോഷനെ പറ്റി ആലോചിക്കുക. നമ്മൾ പഠിക്കാനിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഏതാനും ടൂളുകൾ തരിക. അത് മാത്രമാണ് നമ്മൾ പ്രൊമോഷൻ്റെ വീഡിയോ ചെയ്തപ്പോഴും ഈ പറഞ്ഞ പോലെ മറ്റേ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ, പോസ്റ്റ് അനാലിസിസും സോൺ അനാലിസിസും ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ ഫോക്കസ് എവിടെയായിരിക്കണം? എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷൻ, അയ്യോ ആ പോസ്റ്റ് ഇങ്ങനെയാണോ, ആ പോസ്റ്റ് അങ്ങനെയാണോ, അതെല്ലാം നിങ്ങൾ നോക്കണം. എന്ത് ചെയ്യണം? ക്രാക്ക് ചെയ്യാൻ നോക്കണം. എക്സാം ക്രാക്ക് ചെയ്ത് ജോലിയിൽ കയറുക എന്നുള്ളതായിരിക്കണം ഇനി നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഉള്ള സമയം കൃത്യമായിട്ട് പഠിക്കുക. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.